ഇന്ന് ഹ്യൂമൻ ലൈബ്രറിയിൽ നമ്മളോടൊപ്പമുള്ളത് അതിജീവനത്തിൻ്റെ പെൺ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി എന്നും സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന കെ അജിത എന്ന സാമൂഹ്യ പ്രവർത്തകയാണ്. നമുക്കെല്ലാവർക്കും ഏറെ പരിചിതയായ കെ അജിത 1968 തലശ്ശേരി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ അതിക്രമ കേസിലൂടെയാണ് നമുക്ക് മുമ്പിൽ, കേരളത്തിന് മുമ്പിൽ അനാവൃതയാകുന്നത്. അന്നു മുതൽ ഇന്ന് വരെയുള്ള കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ കെ അജിത എന്ന പേര് ഒരു കനലായി ജ്വലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അന്വേഷി എന്ന സംഘടനയിലൂടെ കേരളത്തിൻ്റെ പെൺ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും സജീവമായി തന്നെ ഇന്നും തുടരുന്ന കെ അജിതയാണ് ഇന്ന് ഹ്യൂമൻ ലൈബ്രറിയിൽ നമ്മളോട് സംവദിക്കുന്നത്. തൻ്റെ അതിജീവനത്തിൻ്റെയും കൃത്യമായ രാഷ്ട്രീയത്തെയും കുറിച്ച്, നിലപാടുകളെക്കുറിച്ച് നമ്മളോട് ചർച്ച ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടെ ഹ്യൂമൻ ലൈബ്രറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ വന്ന് എൻ്റെ ജീവിതത്തിലെ കഥകൾ മുഴുവനും പറയണം എന്ന് പറഞ്ഞപ്പോൾ ഏത് ഭാഗമാണ് പറയേണ്ടതെന്ന് വളരെ കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ആണ് പറയുന്നത്. നമ്മളെ തലശ്ശേരി പുൽപ്പള്ളി മുതൽക്കുള്ള എൻ്റെ അനുഭവങ്ങളാണ് പറയേണ്ടത്. തലശ്ശേരി പുൽപ്പള്ളി എൻ്റെ വളരെ ചെറുപ്പകാലത്ത് നടന്നിട്ടുള്ള ഒരു പ്രധാന സായുധ ആക്രമണമാണ്, പോലീസ് സ്റ്റേഷന് നേരെയുള്ള ആക്രമണം. അതിന് ഒരു 2 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ പറയേണ്ടത്. ഞാൻ 1966 പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠനം ഉപേക്ഷിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ സഖാവ് കുന്നിക്കൽ നാരായണൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിരുന്നു. അദ്ദേഹം കേരളത്തിലെ നക്സൽബാരി 1967 പശ്ചിമ ബംഗാളിൽ നടന്നിട്ടുള്ള നക്സൽബാരി സംഭവത്തിൻ്റെ കേരളത്തിലെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അതിൻ്റെ കേരളത്തിലെ നക്സൽബാരി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്നു സഖാവ് കുന്നിക്കൽ നാരായണൻ. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി പൂർണ്ണമായും ജീവിതം ഒഴിഞ്ഞു വെച്ച രീതിയിലായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത്. ആ പ്രവർത്തിച്ച കാലത്ത് ആദ്യഘട്ടത്തിൽ, അതായത് തൊട്ട് മുമ്പ് അച്ഛനും അമ്മയും വിവാഹിതരായത് 1950 അമ്മയാണെങ്കിൽ ഒരു ഗുജറാത്തിയാണ്, ഗുജറാത്തി ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. അച്ഛനാണെങ്കിൽ കോഴിക്കോട് നിന്നുള്ള ഒരു സാധാരണ തീയ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഈ കോഴിക്കോട് ഉള്ള കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് അന്ന് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയം എങ്ങനെ പോകണമെന്നുള്ളതിന് നിലപാടുകളുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അച്ഛൻ വന്നിട്ടുള്ളത്. അവിടുന്നാണ് ബോംബെയിലേക്ക് പോകുന്നതും ബോംബെയിൽ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയതും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുമൊക്കെ. അതിനിടയിലാണ് അമ്മയെ കണ്ടുമുട്ടുന്നതും അമ്മയെ കല്യാണം കഴിക്കുന്നതും ഞാനുണ്ടാവുന്നതും. അതിനുശേഷം 2.5 മാസം പ്രായമുള്ള എന്നെയും കൊണ്ട് വീട്ടിലൊരു ക്രൈസിസ് വന്നപ്പോൾ, എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ള പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഈ പശ്ചാത്തലം മനസ്സിലാവും. അത് വായിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണു. ഇവിടെ വന്നവർ എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ അത് വായിച്ചിട്ടല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ കോഴിക്കോട്ടുകാരിയായി മാറുന്നത്. ഒരു കൂട്ടുകുടുംബത്തിലേക്കാണ് ഞാൻ ജനിച്ച് വീഴുന്നത്. അവിടെ എൻ്റെ വല്യച്ഛൻ്റെ മക്കൾ, ഇളയച്ഛൻ്റെ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് വേറെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഫാമിലികൾ, 2 തറവാടുകൾ ഉണ്ടായിരുന്ന ഒരു പറമ്പിലാണ് എൻ്റെ ചെറുപ്പകാലത്തെ ജീവിതം മുന്നോട്ട് പോയത്. അങ്ങനെ ഒരുപാട് കുട്ടികളുടെ ഇടയിലാണ് ഞാൻ വളർന്നത്. അങ്ങനെ ഇതിനിടയ്ക്ക് എൻ്റെ അമ്മ കോഴിക്കോട് വന്നത് മുതൽ കോഴിക്കോട് ഗുജറാത്തി സ്കൂളിൽ ടീച്ചറായിട്ട് പ്രവർത്തിക്കുന്നു. അതിനുള്ള സാഹചര്യവും അച്ഛൻ തന്നെയാണ് ഉണ്ടാക്കിയത്.
ഗുജറാത്തി സ്കൂളിൽ ടീച്ചറായിരുന്നു ആദ്യം. പിന്നീട് BEd പഠിച്ചതിന് ശേഷം ഹെഡ് മിസ്ട്രസ്സായി. അവസാനം ഞങ്ങൾ തലശ്ശേരി പുൽപ്പള്ളിക്ക് വേണ്ടി വയനാട്ടിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് യാത്ര പോകുമ്പോൾ ഞാനും എൻ്റെ അമ്മയും വിപ്ലവത്തിനായിട്ട് യാത്ര പോകുമ്പോൾ ആ ജോലിയും റിസൈൻ ചെയ്ത് രാജിവെച്ച് അമ്മ ഞങ്ങളുടെ കൂടെ വരികയാണ്. ആ ജോലി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഈ മാവോ സാഹിത്യം എന്ന് പറഞ്ഞാൽ മാവോ സത്തുങ്ങിൻ്റെ ഉദ്ധരണികൾ അത് തർജ്ജമ ചെയ്യുന്നതായിരുന്നു. അതിൻ്റെ മുന്നേ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ അച്ഛൻ ചെയ്തിട്ടുള്ള തർജ്ജമ പ്രവർത്തനം, ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത് മാവോയുടെ ഉദ്ധരണികളാണ്. ആ ഉദ്ധരണികൾ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഉദ്ധരണികളായിരുന്നു. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോരോ അധ്യായങ്ങളായിട്ട് പലയിടത്തും വിതരണം ചെയ്യലായിരുന്നു അച്ഛൻ്റെ അല്ലെങ്കിൽ അന്ന് അച്ഛൻ സ്ഥാപിച്ച, അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ 27ാം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ CPM പാർട്ടിയുടെ ഒരു ഘടകവും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ദിവസവും രാത്രി വീട്ടിൽ വന്ന് ചർച്ചകളായിരുന്നു. 12 മണി 1 മണി രാത്രി പുലരും വരെയൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രത്യേക ലൈഫായിരുന്നു ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ വളർന്നിട്ട് എനിക്ക് ഇതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ തുടക്കത്തിൽ നിങ്ങൾ എൻ്റെ ബുക്ക് വായിച്ചാൽ അതിലറിയാം, ഒരു റേഷനരി 6 റൗണ്ട്സായിട്ട് വെട്ടിക്കുറച്ചപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ വെച്ചിട്ട് സ്കൂളിലെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് SFI നടത്തിയ, SFI ആണോ SF ആണോ എന്ന് അന്നത്തേക്ക് ഓർമ്മയില്ല, എന്തായാലും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാണ്, അതിൻ്റെ വിദ്യാർത്ഥി സംഘടന. ആ സംഘടനയുടെ ആഹ്വാനപ്രകാരം സമരത്തിലേർപ്പെടുകയും ഈ 10-200ഓളം പെൺകുട്ടികൾ അച്യുതൻ ഗേൾസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മാത്രമായ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരികയും എന്നോടൊപ്പം ഇറങ്ങി വരികയും കളക്ട്രേറ്റ് വരെ നടന്നുപോയി കലക്ടറെ പോയി കണ്ട് നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അനുഭവമുണ്ട്. തുടക്കത്തിൽ അതാണ്. അതിൽ ഈ പെൺകുട്ടികൾ എൻ്റെ കൂടെ വന്നപ്പോൾ അന്നേരത്തെ ആവേശത്തിൽ അവർ ഇറങ്ങി വന്നെങ്കിലും പിന്നീട് പിറ്റേ ദിവസം ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് വിളിച്ച് ഞങ്ങളെ വിചാരണ ചെയ്തു. ഹെഡ് മിസ്ട്രസ് ഞങ്ങളോട് പറഞ്ഞു, എന്നോടാണ് ആദ്യം ചോദിച്ചത്, നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ കഞ്ഞി വെച്ചിട്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ ഹെഡ് മിസ്ട്രസിന് മനസ്സിലായി ഇടഞ്ഞ് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് വേറൊന്നും പറഞ്ഞില്ല. ദേഷ്യത്തോട് കൂടിയിട്ട് നാളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും അച്ഛനമ്മമാരുടെ കത്ത് കൊണ്ടുവരണം സ്കൂളിലേക്ക്, എന്നാൽ മാത്രമേ ക്ലാസ്സിലിരിക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും കൂടി എന്നോട് കരഞ്ഞും വിളിച്ച് എന്നെ പഴിക്കുന്ന രീതിയിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അജിത പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, എനിക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി. അച്ഛനും അമ്മയും കേട്ടാൽ പിന്നെ എന്നെ അങ്ങനെ വീട്ടിൽ തന്നെ വെച്ചേക്കൂല ഞങ്ങളെ എന്നുള്ള രീതിയിൽ കുട്ടികളെല്ലാവരും കരയാനും പിഴിയാനും ഒക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനമായിരിക്കും, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞ്. പക്ഷേ ഈ സമരത്തിൽ ഏർപ്പെടുന്ന കാര്യമൊക്കെ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൃത്യമായിട്ട് അറിയായിരുന്നു. അവരോട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ ഈ സമരത്തിന് പോയത്. കാരണം സമരം തുടങ്ങുന്നതിന് മുമ്പ് SFIയിൽ ഒരു നേതാവ് എന്നെ വന്ന് കാണുകയും നമ്മളിങ്ങനെ ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടുന്ന് ഇറങ്ങി വരണം എന്നുള്ള നിർദ്ദേശം തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, നിനക്ക് എന്താ ഒന്ന് നീ ചെയ്തോ, ഞങ്ങൾ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ധൈര്യമായി. അങ്ങനെയാണ് ഞാൻ സമരത്തിൽ ഇറങ്ങാൻ തീരുമാനിക്കുന്നതും ഇവരൊക്കെ കൂട്ടിക്കൊണ്ട് പോയതൊക്കെ. അതിനുശേഷം പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം തന്നെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു, അച്ഛാ ഈ ഹെഡ് മിസ്ട്രസ് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഹെഡ് മിസ്ട്രസിൻ്റെ ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ അച്ഛൻ ഒരു കത്തെഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഞാൻ ഏറ്റവും നീ ബേജാറാവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു കത്ത്, എന്നെ കാണിച്ചില്ല, കത്ത് എഴുതി എൻ്റെ കയ്യിൽ തന്നു. ഇത് നേരെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹെഡ് മിസ്ട്രസിൻ്റെ റൂമിൽ പോയി
കസേലൊന്നും ഇരുന്നില്ല. അഡ്മിഷൻസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ തന്ന കത്താണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാകെ വിയർക്കുക. അവരെന്തോ ആയിപ്പോയി. അത് വായിച്ചിട്ട് എന്തോ ഒരു ഭീഷണി കത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇനി എങ്ങാനും ഞങ്ങളെ മക്കളിങ്ങനെ പീഡിപ്പിച്ചാൽ പ്രശ്നമാക്കും എന്നുള്ള രീതിയിലൊക്കെ എന്തോ ഒരു കത്താണ്. കുട്ടികൾ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ സമരം ചെയ്തത്, അതിന് നിങ്ങൾ ഇങ്ങനെ പറയുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഏതായാലും ബാക്കി 200 ആൾക്കാരോട് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ പോയി ഇരിക്കുക, ഞാൻ അഡ്മിനിസ്ട്രേഷനെ കണ്ടതിന് ശേഷം നിങ്ങളെ വിളിക്കാം, അഡ്മിനിസ്ട്രേഷൻ വിളിക്കുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആരും വിളിച്ചില്ല. അതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം തുടക്കത്തിലുണ്ടായി. പിന്നെ ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ജോലി എന്ന് പറയുന്നത് അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലേഖനങ്ങളുടെ മലയാളം തർജ്ജമ, അത് പ്രസ്സിലേക്ക് കൊടുക്കണമെങ്കിൽ നല്ല കൈയക്ഷരത്തിൽ എഴുതണം. അപ്പോൾ നല്ല കൈയക്ഷരത്തിൽ എഴുതി നല്ല ഒരു ഫൈനൽ കോപ്പി തയ്യാറാക്കി കൊടുക്കലായിരുന്നു എൻ്റെ ജോലി. പിന്നെ അതിൻ്റെ പ്രൂഫ് നോക്കലും അച്ചടിക്കുമ്പോൾ, ഈ 2 ജോലിയും ഞാനായിരുന്നു ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം ഞാൻ ഈ പീക്കിംഗ് റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ട്, ഇവരുടെ ഇടയിലുള്ള ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ എന്ത് പറഞ്ഞാലും അവരൊന്നും സീരിയസ് ആയിട്ട് എടുക്കുകയൊന്നുമില്ല. അവൾ കുട്ടിയാ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. എന്നാൽ പോലും ഞാൻ അതിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പാംഫ്ലെറ്റ്സൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ആഴ്ചതോറും ഓരോ സ്ഥലത്ത് പുതിയ സ്റ്റാൻഡ്, പിന്നെ പാളയം, ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കാനുള്ള ഒരു പരിപാടിയുണ്ട് ഞങ്ങൾക്ക്. ആ പരിപാടിയിൽ ഞാൻ എല്ലാ ആഴ്ചയും പങ്കെടുക്കും. പലതരം ചർച്ചകളുണ്ടാവും അവിടെ. 10 പൈസ 20 പൈസ അങ്ങനെയൊക്കെ പുസ്തകത്തിന് വിലയുള്ളൂ. ഈ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ചിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫർണിച്ചറൊക്കെ വിറ്റിട്ടാണ്. ഓരോ പുസ്തകം അടിക്കണമെങ്കിൽ അച്ഛൻ ഒരു ഫർണിച്ചർ കൊണ്ടുപോയി വിൽക്കും. അവസാനം ഞങ്ങൾ വെറും പായലാണ് കിടന്നിരുന്നത്. ഒരു ബെഞ്ച് മാത്രം ബാക്കി വെച്ചു. ബാക്കി എല്ലാ ഫർണിച്ചറും എല്ലാ സാധനങ്ങളും വിറ്റഴിച്ചിട്ടാണ് പുൽപ്പള്ളി ആക്ഷനിലേക്ക് ഞങ്ങൾ പോകുന്നത്. അമ്മ അതുവരെ ഞാൻ പറഞ്ഞില്ല, റിസൈൻ ചെയ്യുന്നവരെ അമ്മയുടെ ശമ്പളം ഉണ്ടായിരുന്നു അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയാണ് വയനാട്ടിലേക്ക് പോകുന്നത്. വയനാട്ടിലെ സാഹചര്യങ്ങൾ അതൊക്കെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, കാരണം അത് കുറച്ച് ഒരുപാട് പറയേണ്ടി വരും. ആ അവസരം എന്ന് പറയുന്നത് അന്ന് ശരിക്കും കേരളത്തിൽ വളരെ ദരിദ്രമായ ഒരു സാഹചര്യമായിരുന്നു. വളരെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൊടുമ്പിരി കൊണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ മൂവ്മെൻ്റ് ഉണ്ടാവുന്നത്. കാരണം അന്ന് യാതൊരു തരം പരിഷ്കരണ പരിപാടികളും ഇല്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പെൻഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ആകെ ഉണ്ടായിരുന്നത് ആ റേഷനായിരുന്നു. ആ റേഷൻ്റെ അരിയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. അതിനാണ് വലിയ സമരം കേരളത്തിൽ നടന്നത്. ബന്ദ് വരെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ റേഷനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരുപാട് പാവങ്ങളുണ്ട്, ഒരുപാട് ജനങ്ങൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉണങ്ങി വരണ്ട സാമൂഹ്യ സാഹചര്യങ്ങളായിരുന്നു അന്ന് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ടാണ് ഒരു തീപ്പൊരി വീണാൽ കത്തും എന്നുള്ള രീതിയിലുള്ള സാഹചര്യത്തിലാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഉയർന്നു വന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ യാദൃച്ഛികമായി കേരളത്തിൽ മാത്രം ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നില്ല. പശ്ചിമ ബംഗാളിൽ നക്സൽബാരി ആരംഭിച്ചെങ്കിലും പിന്നീട് ഇന്ത്യ മുഴുവനും ഈ പ്രസ്ഥാനം പടർന്നു പിടിക്കുകയും സായുധ സമരങ്ങൾ ആന്ധ്രയിലെ ശ്രീകാക്കുളത്ത്, അതുപോലെ കേരളത്തിൽ പലയിടത്തും, പിന്നെ പശ്ചിമ ബംഗാളിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാർ അന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് പറഞ്ഞിട്ട് ഇത്തരം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് അധികം പേരും കൊല ചെയ്യപ്പെട്ടത് പോലീസിനാൽ എന്ന് പറയേണ്ടി വരും. അതായത് ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പോലീസ് നടത്തുന്ന പല സ്ഥലങ്ങളിൽ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കുറേ മാവോവാദികളെ കൊന്നു എന്നൊക്കെ പറയുന്നില്ലേ. എൻ്റെ അഭിപ്രായത്തിൽ അവരൊക്കെ ഏറ്റുമുട്ടലിലല്ല കൊന്നത്, പിടിച്ച് കൊന്നത് തന്നെയാണെന്നാണ്. കീഴടങ്ങാൻ പോയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ. പക്ഷെ ആ ഒരു പ്രാക്ടീസ് പോലീസ് തുടങ്ങിയത് ആ കാലഘട്ടം മുതൽക്കാണ്, നക്സൽബാരി മുതൽക്കാണ്. അത് കേരളത്തിൽ ഉണ്ടായത് വർഗീസിന് മാത്രമായിരുന്നു എന്നുള്ളതാണ് ഒരു
പ്രത്യേകത, കേരളത്തിൻ്റെ പ്രത്യേകതയായിരിക്കും അത്. കാരണം അവിടെ പിന്നെ പാർട്ടി പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും കൊലപാതകം ചെയ്യുന്നുണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്കാരും നക്സൽ ബാരിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ കണ്ണൂരിലുണ്ടായിരുന്നില്ലേ RSS BJP RSS CPM ഏറ്റുമുട്ടൽ, അതുപോലെ കണ്ണൂരിലുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോഴും ചില ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും കുറച്ചൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമാണ് ബംഗാളിലുണ്ടായിരുന്നത്. ശ്രീകാകുളത്ത് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും കേട്ടത്, പക്ഷേ അവസാനം എന്ന് പറയാൻ പറ്റില്ല, LDF ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇതിൽ കുറേ മാവോവാദികൾ വെടിവെച്ച് കൊന്നുണ്ട്, 7 പേരെയോ മറ്റോ. അത് ഇവർ തണ്ടർ ബോൾട്ട് അടിച്ചു അവർ കൊന്നുണ്ട്. അപ്പം അതൊക്കെ ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് വെറുതെ പറയുന്നതാണ്, ഏറ്റുമുട്ടലല്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതായത് വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരെ വെടിവെച്ച് കൊന്നാൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അന്ന് ഭരണകൂടം നിലപാടെടുത്തിരുന്നത്. അപ്പോൾ ഏതായാലും തലശ്ശേരി പുൽപ്പള്ളി സംഭവത്തിൽ ഞാൻ പുൽപ്പള്ളിയിലാണ് പങ്കെടുത്തത്. പുൽപ്പള്ളിയിൽ പങ്കെടുക്കുന്നതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ കർഷകരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു അസംതൃപ്തി. അതായത് പിന്നെ പുൽപ്പള്ളി ഗ്രാമത്തിലുണ്ടായിരുന്നത് ഒരു ദേവസ്വത്തിൻ്റെ ഭരണമായിരുന്നു. അവിടെ ദേവസ്വത്തിന് 10,000 കണക്കിന് ഏക്കറല്ല ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ തിരുവിതാംകൂറിൽ നിന്ന് വന്നിട്ടുള്ള കൃഷിക്കാർ അവിടെ അവർക്ക് എന്തെങ്കിലും ചെറിയ സ്വത്തുണ്ടാവും, അത് വിറ്റിട്ട് ഇങ്ങോട്ട് വരിക, വന്നിട്ട് ഇവിടെ വയനാട്ടിൽ നിന്ന് ഭൂമി അവർ തരം തിരിച്ചെടുക്കുക, അളന്നെടുക്കുക. അത് അളന്നെടുക്കാൻ സഹായിക്കുന്ന ചില ഏജൻറ്റുമാരുണ്ട് ഇവർക്ക്. അതാ നിങ്ങൾ ഇവിടെ എടുത്തോളൂ, എന്നിട്ട് ഇവിടെ കൃഷിയാക്കിക്കോളൂ, നിങ്ങൾക്ക് ക്രമേണ പട്ടയം വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ഏജൻറ്റുമാർ ചെയ്യുന്നത്. പക്ഷേ ദേവസ്വം ഒരിക്കലും അവർക്ക് പട്ടയം കൊടുത്തില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന സമയത്ത് അവർ ഇലക്ഷനിലും പ്രചരിപ്പിച്ചിരുന്നത് പട്ടയം വാങ്ങിക്കൊടുക്കുന്നതായിരുന്നു. അപ്പം അന്നത്തെ റവന്യൂ മന്ത്രി ഗൗരിയമ്മയായിരുന്നു. പക്ഷേ ഗൗരിയമ്മ പോലും ഭരണം അവസാനിക്കാറായപ്പോഴും പട്ടയം വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പം കർഷകർക്ക് ഭയങ്കര, കിസാൻ സഭ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, എങ്കിലും കർഷകരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് അസംതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ഇത് പട്ടയം അവർക്ക് കിട്ടാഞ്ഞാൽ പട്ടയത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരെയൊക്കെ പോലീസ് ഭീകരമായിട്ട് മർദ്ദിക്കുന്നുണ്ടായിരുന്നു. അവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു SIയുടെ വിളയാട്ടം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ തിളച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടുന്ന് ഒരു കത്ത് എൻ്റെ അച്ഛന് വരുന്നത്. നിങ്ങൾ വലിയ കാര്യം പറയുന്നില്ല, ചൈനീസ് വിപ്ലവം, വിയറ്റ്നാമിലെ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങളിങ്ങനെ പിന്നെ എന്താ പറയുക, പട്ടയമില്ലാണ്ടും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളെ അല്ലപ്പൻ എന്ന് പറഞ്ഞ SI വല്ലാതെ ഞങ്ങൾ ദ്രോഹിക്കുന്നുണ്ട്, ഇവിടേക്ക് നിങ്ങൾ വരുന്നോ എന്ന് പറഞ്ഞിട്ടൊരു കത്ത് വന്നു. അങ്ങനെയാണ് അത് കത്തിൻ്റെ അഡ്രസ്സ് ചെയ്തത് കുന്നിക്കൽ നാരായണൻ ടൗൺ ഹാൾ കോഴിക്കോട് നിന്നായിരുന്നു. വേറെ ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കത്ത് കൃത്യമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് വായിച്ച് കേട്ടപ്പം അച്ഛനും സഖാക്കളും പുൽപ്പള്ളി പോകാൻ തീരുമാനിക്കും. അപ്പോഴേക്ക് പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ആൾക്കാരും ഒക്കെ കുറേ അധികം ആൾക്കാർ, കാരണം നക്സൽ ബാരിയുടെ കാറ്റ് അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വീശിക്കൊണ്ടിരുന്നു എന്ന് പറയാം. അങ്ങനെയാണ് വയനാട്ടിലും പിന്നെ കണ്ണൂരും പല ഭാഗത്തും, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഭാഗങ്ങൾ പലയിടത്തും നക്സൽ ബാരി പ്രസ്ഥാനം ശക്തമായിരുന്നു. അങ്ങനെയാണ് ഈ ആക്ഷനിലേക്ക് പോകുന്നത്. തലശ്ശേരിയിലാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഗണേഷ് ബീഡി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. 10,000-12,000 തൊഴിലാളികളായിരുന്നു ഗണേഷ് ബീഡി കമ്പനി, കർണാടകയിലുള്ള ഗണേഷ് ബീഡി കമ്പനിയുടെ തൊഴിലാളികളായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അവർ വീടുകളിലാണ് പ്രവർത്തിച്ചിരുന്നത്. അവരങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് വിഭാഗമായിരുന്നില്ല. എന്നാലും അവർക്ക് മിനിമം കൂലി കൊടുക്കണം എന്ന് പറഞ്ഞു, തൊഴിലാളികൾക്ക് മിനിമം കൂലി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം വന്നു. 8 മണിക്കൂർ ജോലി ചെയ്യണം, പിന്നെ മിനിമം കൂലി അത് ഇത്ര ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നിയമം വന്നു. നിയമം വന്നതോട് കൂടിയിട്ട് കർണാടകയിലെ മുതലാളിമാർക്ക് ഇത് ലാഭമില്ലാണ്ടായി ഈ ബീഡി കച്ചവടത്തിൽ.
അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു ദിവസം രാവിലെ ഈ ബീഡി കമ്പനികളെല്ലാം പൂട്ടി അവർ നാട് വിട്ടുപോയി. അങ്ങനെ അത്രയും വലിയൊരു ജനസമൂഹം, ഒരു 18,000 തൊഴിലാളികൾ കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങളുണ്ടല്ലോ, കുടുംബങ്ങളും എല്ലാവരും കൂടിയാണ് ഈ ബീഡി തീർക്കുന്നതൊക്കെ. അപ്പം കണ്ണൂരിലുണ്ടായിരുന്നത് ഒന്ന് ബീഡി വ്യവസായം, ഒന്ന് നെയ്ത്ത് വ്യവസായം, ഈ 2 വ്യവസായങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ബീഡി വ്യവസായത്തിൻ്റെ നട്ടിലൊടിക്കുന്ന പരിപാടിയായിപ്പോയി അവർ ചെയ്തത്. അങ്ങനെ ബീഡി തൊഴിലാളികൾ വളരെയധികം അസ്വസ്ഥരായിരുന്നു. അവരെ സംഘടിപ്പിച്ചു, KP നാരായണനും അച്ഛനെല്ലാം കൂടി സംഘടിപ്പിച്ച് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അത് കാര്യമായിട്ടൊന്നും നടന്നില്ല. പക്ഷേ ഈ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ റേഡിയോയിലൂടെ കാട്ടിലിരുന്ന് കേൾക്കുകയാണ്. കേട്ടപ്പം സംഭവം എന്തോ നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ് അവിടെ തലശ്ശേരി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുൽപ്പള്ളി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 24-ാം തീയതി ഞങ്ങളുടെ പരിപാടി നടത്തി വളരെ ഭംഗിയായിട്ട്. ഞങ്ങളുടെ പറഞ്ഞാൽ വർഗീസ് സഖാവ് ഉണ്ടായിരുന്നു, കൃഷ്ണൻകുട്ടി സഖാവ്, കുഞ്ഞിരാമൻ മാഷ്, ശങ്കരൻ മാഷ്, ഇങ്ങനെയുള്ള പല പ്രമുഖരായിട്ടുള്ള അന്നത്തെ മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. 50-ലധികം ആളുകളും കൂടെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. എന്തായാലും പുൽപ്പള്ളി സംഭവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു റൊമാൻറ്റിക് എക്സ്പീരിയൻസാണ് എനിക്ക് തന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കാട്ടിലൂടെ ഞങ്ങൾ അലിയാണ്. അതിൻ്റെ ഇടയ്ക്ക് കിസാൻ തൊമ്മൻ മരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും മാവോസത്വമിലെ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ലഘുലേഖ വായിക്കാനിരിക്കുക തിരുനെല്ലിക്ക് തൊട്ട് പുറകെ, തിരുനെല്ലി ഗ്രാമത്തിൻ്റെ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു ബോംബിൻ്റെ ഇത് കേൾക്കുന്നു. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് കുറച്ച് ഈ പന്നിയെ പൊട്ടിക്കുന്ന ബോംബുണ്ടല്ലോ, അതും കുറച്ച് തിരികളുള്ള ബോംബും ഒക്കെ ഉണ്ടായിരുന്നു. അത് കിസാൻ തൊമ്മനും എടൂർ ജോസഫ് ഇവരൊക്കെയാണ് ഉണ്ടാക്കിയത്. എൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നത് വാരിക്കുന്തെന്ന് പറഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയൊരു സാധനം മാത്രം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ കത്തി പോലത്തെ സാധനങ്ങളൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാധനം ഉണക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കിസാൻ തൊമ്മൻ തന്നെ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നതിന് കുറേ അപ്പുറത്ത് പോയിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടു. അതിണ്ടായിരുന്ന സഞ്ചി തൂക്കിയിട്ട് അവിടെ ഇരിക്കുക. ഈ തൂക്കിയിട്ട ഉടനെ ഈ കമ്പ് പൊട്ടി താഴെ വീണു. അപ്പം പന്നിപ്പടക്കം എന്ന് പറയുന്നത് എറിഞ്ഞാൽ പൊട്ടും. അതും അക്കൂട്ടത്തിൽ മറ്റേതും പൊട്ടി, എല്ലാം കൂടി പൊട്ടി. കിസാൻ തൊമ്മൻ ആകെ നെഞ്ഞ് മുഴുവനും പരിക്കേറ്റ് മൃതപ്രായനായി. അപ്പോൾ കുറച്ച് ആദ്യം ഞങ്ങൾ വിചാരിച്ചു പോലീസ് വന്ന് എറിഞ്ഞാന്ന്. പിന്നെ നോക്കുമ്പോൾ അത് വർഗീസ് സഖാവ് എല്ലാം കൂടി പോയി നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ കിസാൻ തൊമ്മൻ പരിക്കേറ്റ് കിടക്കുകയാണ്, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തണം, കാരണം ഇങ്ങനെ കിടക്കുന്നതിൽ കാര്യമില്ല, നമുക്ക് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും പറ്റില്ല, അദ്ദേഹം ഇവിടെ കിടന്ന് മരിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് അദ്ദേഹത്തെ സഹായിക്കുന്നതല്ലേ, അദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് വെടിവെക്കുമെന്ന് ചോദിച്ചു. ദയാവധമാണ് അന്ന് ചെയ്തത്, നിയമപരമാണോ ഇല്ലയോ നോക്കിയിട്ടല്ല, അന്നത്തെ സാഹചര്യത്തിൽ സഖാക്കൾ തീരുമാനിച്ചതാണ്. ഒരു സഖാവ് മുന്നോട്ട് വന്നു, അത് വെടിവെച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ കുഴിമാടം ഞങ്ങൾ എന്താ പറയുക അത് നടത്തിയിട്ട് ഞങ്ങൾ അവിടുന്ന് പോവുക ചെയ്യുന്നത്. പിന്നെ കുറേ കാട്ടിലൂടെ അലഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അടയ്ക്കാത്തോടെന്ന് പറഞ്ഞ കുന്നിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ, അതിൻ്റെ പുറകിലുള്ള കുന്നിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ പോലീസ് ഞങ്ങളെ പിടിക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് അറസ്റ്റ് വരുന്നത്. മാനന്തവാടി അതൊക്കെ കഥകളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന കഥകളാണ്. അങ്ങനെ അത് മുന്നോട്ട് പോയി. പിന്നെ കേസ് കുറേ കാലം മുന്നോട്ട് പോയി. കേസിനിടയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, കുറേ നല്ല മനുഷ്യർ, കുറേ രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലാതെയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളെ സാമ്പത്തികമായിട്ടും കേസ് നടത്താനും ഒക്കെ കേസ് നടത്താൻ സഹായിച്ച വക്കീലന്മാരുണ്ട്. വളരെ പേരുകെട്ട അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ മേനോൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഹൈക്കോടതി വരെ വാദിച്ചത്. അതുപോലെ കോഴിക്കോട്ടെ പ്രമുഖൽപ്പനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് K. ഭാസ്കരൻ നായർ, അദ്ദേഹവും ഞങ്ങൾക്ക് വേണ്ടിയാണ് ത്രൂ ഔട്ട്. ഞങ്ങളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല കേട്ടോ ഇവരാരും. അങ്ങനെ വളരെ വളരെ നല്ലവരായിട്ടുള്ള, അതായത് ഞങ്ങൾ
ഒരു നല്ല കോസിന് വേണ്ടിയാണ്, ഈ നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പ്രവർത്തിച്ചത് എന്ന് ഉള്ള എന്താ പറയുക, സത്യത്തിൻ്റെ അവർ വിശ്വസിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ സംഭവം തലശ്ശേരി പുൽപ്പള്ളി പരാജയമാണോ വിജയമാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ പരാജയത്തെയും വിജയത്തെയും എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പല സംഭവങ്ങളിലും പരാജയം എന്ന് പറയുമ്പം മറുവശത്ത് അതിന് മറ്റൊരു വിജയത്തിൻ്റെ വശമുണ്ട് എന്ന് പറഞ്ഞ പോലെ ജനങ്ങളെ പിടിച്ചു കുലുക്കി അന്നത്തെ ഞങ്ങളുടെ നിലപാട്, രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും CPM നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു. അന്ന് ഈ ഞങ്ങളുടെ പ്രതിഷേധമായിരുന്നു ഇതിൽ കാണിച്ചത്. എന്താണെന്ന് വെച്ചാൽ, ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ കൂടെ കടന്നുപോയിട്ട് CPM കുറേയധികം ജനങ്ങളുടെ താല്പര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടെന്നും സായുധ വിപ്ലവത്തിലൂടെ തന്നെയാണ് നമുക്ക് ഈ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതെന്നും ഞങ്ങൾ വളരെ ആഴത്തിൽ വിശ്വസിച്ചു. അതുമാത്രമല്ല, ആഗോളതലത്തിൽ അന്ന് ഒരു ലോക വിപ്ലവത്തിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു. ചൈനയിലെ മഹത്തായ സാംസ്കാരിക വിപ്ലവം, അതുപോലെ വിയറ്റ്നാമിലൊക്കെ തന്നെ അമേരിക്കക്കെതിരായിട്ടുള്ള യുദ്ധം, ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, അതുപോലെ പാലസ്റ്റീനിലെ ഇസ്രായേലിനെതിരായിട്ടുള്ള സമരമൊക്കെ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ലോകം മുഴുവനും ഒരു വിപ്ലവ സാഹചര്യം നിലനിന്നിരുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇന്ത്യയിൽ നക്സൽബാരി മൂവ്മെൻറ്റും വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു വളരെ ഉദാത്തമായ ആദർശ ലക്ഷ്യം മനസ്സിൽ വഹിച്ചുകൊണ്ടാണ് ഞങ്ങളന്നൊക്കെ പ്രവർത്തിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആദ്യം മുതലേ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിന് കേസിന് വാദിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ, പക്ഷേ ശിക്ഷ വന്നപ്പം ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ ജഡ്ജി വിധിച്ചത് 5 വർഷമാണ്. ബാക്കി എല്ലാവരും വിട്ടേക്കും. തലശ്ശേരി പുൽപ്പള്ളി ആക്ഷനിൽ പെട്ടവരെ 5 വർഷം ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷെ പിന്നെ കരുണാകരൻ സർക്കാർ അത് അപ്പീൽ പോയപ്പോൾ ഞങ്ങൾക്ക് ജീവപര്യന്തം കിട്ടി. അപ്പോഴേക്കും അടിയന്തരാവസ്ഥയായി. അങ്ങനത്തെ കുറേ, അതായത് പിന്നെ നമ്മുടെ ഇടതുപക്ഷ ശക്തികൾ അല്ലെങ്കിൽ വിപ്ലവ ശക്തികൾ ക്ഷീണിച്ചു പോയ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ശിക്ഷ കിട്ടി. ജീവപര്യന്തമായിരുന്നു. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കഴിച്ചിലാവുക എന്ന് നമുക്കറിയില്ല. ആ രീതിയിൽ, പ്രത്യേകിച്ചും അവസാനം ഞാൻ ജയിലിൽ നിന്ന് വിമുക്തയാവുന്നതിൻ്റെ ഒരു 1-2 കൊല്ലം മുന്നേ പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയായിരുന്നു. 77-ലാണ് ഞാൻ രക്ഷപ്പെട്ടത്, പുറത്തിറങ്ങിയത്. അടിയന്തരാവസ്ഥയുടെ പോസ്റ്റ് എമർജൻസി കാലഘട്ടത്തിലാണ് ഞാൻ എന്നെ വിട്ടത്. 75 ആണ് അടിയന്തരാവസ്ഥ. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ മർദ്ദക അന്തരീക്ഷം അത് വളരെ കൂടുതലായിട്ട്, ഞാൻ 3 ജയിലുകളിലായിട്ട് പോയിട്ടുണ്ട്. ജയിലനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജയിൽ എന്ന് പറഞ്ഞാൽ അത് റിമാൻഡ് പീരീഡിലായിരുന്നു. അവിടെ നമ്മളെ സഖാക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമരം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ജയിലിൻ്റെ അകത്ത് തന്നെ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമരം ചെയ്ത് വാങ്ങിയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് മാവോ സാഹിത്യം വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കോഴിക്കോട് ജയിലിൽ. ശിക്ഷ വിധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കണ്ണൂർ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. കണ്ണൂർ ജയിലിൽ നിന്ന് അവിടെ കോഴിക്കോട് ജയിലിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് വളരെ നിഷ്ഠുരനായിട്ടുള്ള ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു. ആ സൂപ്രണ്ടിൻ്റെ കണ്ണൂർ ജയിലിൽ പോയപ്പോഴും ഉണ്ടായിരുന്നത് ഒരു ജോർജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പം അയാൾ എന്നോട് പിന്നെ വൈരാഗ്യം കാണിക്കാൻ തുടങ്ങി. ഞാൻ അയാളെ റിബൽ ചെയ്യാനും തുടങ്ങി. ഞാൻ അയാളെ പറഞ്ഞൊന്നും കേൾക്കില്ല. ആ രീതിയിലുള്ള ഒരു എന്താ പറയുക, ധാർഷ്ട്യം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ചെറുത്തുനിൽപ്പ് കാണിക്കാൻ തുടങ്ങിയപ്പം എന്നെ പൂജപ്പുര സെൻറ്ററിലേക്ക് വിട്ടു. പൂജപ്പുര ജയിലിലേക്ക് വിട്ടു. അവിടെ ഞാൻ 5 കൊല്ലം നിന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 7.5 കൊല്ലം. 1 വർഷം ജാമ്യത്തിൽ ഇരുന്നതുകൊണ്ടാണ് കുറച്ചൊരു ഇതുണ്ടായത്. അപ്പോൾ ജാമ്യം എൻ്റെത് നിഷേധിക്കുകയാണ് ചെയ്തത്. എനിക്ക് ജാമ്യം തന്നതും VR കൃഷ്ണയ്യർ ജഡ്ജാണ്. അന്നത് വെക്കേഷൻ ജഡ്ജായിരുന്നു അദ്ദേഹമാണ് തന്നത്. വേറെ ആരും തരാൻ ധൈര്യപ്പെടില്ല. അങ്ങനെ ജാമ്യം കിട്ടിയ ആ 1 വർഷത്തിലും ഞാൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ ജാമ്യം
നിഷേധിക്കുകയാണ് ചെയ്തത്. ജാമ്യക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. എന്നെ ഒന്നും ചെയ്തില്ല, ജാമ്യക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പൂജപ്പുര ജയിലിലേക്ക് പോകേണ്ടി വന്നത്. അത് അല്ല, കണ്ണൂർ ജയിലിലേക്ക് പൂജപ്പുര ജയിലിലേക്കും പോകേണ്ടി വന്നു. അത് പിന്നെ ശിക്ഷിച്ചല്ലോ. 7.5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ വിട്ടയച്ചു. അപ്പോൾ അന്ന് തന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഞാൻ ജയിൽ വിമോചിതയാകാൻ പോകുന്നു എന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു, ഞാനും അറിഞ്ഞു അത്. അപ്പോൾ ഇനിയിപ്പം ഞാൻ പുറത്ത് ഇറങ്ങാൻ പോവുകയാണെന്നുള്ളൊരു ഫീലിംഗ് ആയി, എനിക്ക് സന്തോഷമായി. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഞാൻ വളരെയധികം ഡിപ്രഷനിലും കൂടിയായിരുന്നു. ആ ഡിപ്രഷൻ മറികടന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നതിന് ശേഷം ജയിലിൽ കാണാൻ വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അന്ന് എന്നെ ജയിൽ മോചിതയാക്കാൻ പോകും, തലശ്ശേരി പുൽപ്പള്ളി കേസിലെ പ്രതികളെ ജയിൽ മോചിതയാക്കാൻ പോകുന്നു എന്നാണ് പത്രവാർത്ത ഉണ്ടായിരുന്നത്. പത്രവാർത്ത റേഡിയോയിലുണ്ട്, അവിടെ ഞങ്ങൾക്ക് റേഡിയോ ഉണ്ട് അവിടെ, അതിലും കേട്ടു. പക്ഷെ പിറ്റേന്ന് എൻ്റെ അടുത്ത് വരുന്നത് 2 രാഷ്ട്രീയ നേതാക്കളാണ്. ഒന്ന് സർവോദയയിലെ MP മന്മഥൻ, ഒന്ന് നസീർ, അല്ല ഇയാളില്ലേ, സോറി NE ബാലറാം CPI നേതാവ്. ഇവർ 2 പേരും വന്നു, അതിനോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, കാര്യമൊക്കെ ശരി, ഈ ഫിലിപ്പൻ പ്രസാദൊക്കെ ഇത്രയും ശ്രമിച്ചിട്ടാണ് നിങ്ങൾക്കിത് കിട്ടിയത്. ഫിലിപ്പൻ പ്രസാദ് എന്നോ പറയണ്ടോ അല്ലേ, എന്നോ മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ പുറത്ത് പോവുകയാണ്, എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായിട്ട് ബഹളം ഇതിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും അവരൊക്കെ ശ്രമിച്ചുകൊണ്ടാണ് ഫിലിപ്പൻ പ്രസാദ് എന്നോട് ബന്ധപ്പെടലെന്ന് പറഞ്ഞു, NE ബാലറാം. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവർക്ക് ഒരു ഫോർമാലിറ്റി എന്തോ ഉണ്ട് ജയിലിൽ, നിങ്ങൾ ഇറങ്ങുമ്പം ആ ഫോം ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നല്ല നടപ്പിനുള്ള ഫോമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല അതങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, അത് ഒപ്പിട്ട് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ഫോം ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങ് പോയി. അപ്പം വീണ്ടും അനിശ്ചിതമായി. എൻ്റെ അച്ഛനും അമ്മയും കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു, എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ TVK എന്ന് പറഞ്ഞാൽ CPIയിലെ സഖാവുണ്ട്, TVK പത്രപ്രവർത്തകൻ, പേട്രിയറ്റിൻ്റെ എഡിറ്ററായിരുന്നത്. TVKയുടെ വീട്ടിലാണ് അവർ താമസിച്ചത്. TVK ഞങ്ങളെ പഴയ സുഹൃത്തായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒന്നിച്ചുള്ളപ്പോൾ ബോംബെയിലൊക്കെ ഉള്ള സമയത്ത്. അങ്ങനെ അപ്പം അവിടുന്ന് പിന്നെ വന്നത് ജയിൽ IG വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിയാണ്, അത് നിങ്ങൾ എന്തായാലും ചെയ്യണം, ഇല്ലാണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ വിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഞാനൊരു ഫോം ഒപ്പിടാൻ തയ്യാറില്ല, അങ്ങനെ വിടുന്നെങ്കിൽ വിട്ടോ, അല്ലെങ്കിൽ ഞാൻ കിടന്നോളാം. അന്ന് അത് ഞങ്ങളെ വിട്ടയക്കാൻ ഒരു പ്രധാന കാരണം വന്ന് AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നു. AK ആൻ്റണി നോമിനേറ്റഡ് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ കഴക്കൂട്ടം ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കണമായിരുന്നു. 6 മാസത്തിനുള്ളിൽ ജയിക്കണമല്ലോ, നോമിനേറ്റഡ് മുഖ്യമന്ത്രിമാർ 6 മാസത്തിനുള്ളിൽ ജയിക്കണം. അങ്ങനെ ആ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു, കഴക്കൂട്ടം തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു. അതിന് 2 ദിവസം കഴിഞ്ഞപ്പം താനേ വിട്ടു അവർ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ കഴിയുന്നത്ര ഭരണകൂടത്തോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ എൻ്റെ നിലപാട്. ഇന്നും ആവശ്യമുള്ള അടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് അതിന് ശേഷം ഞാൻ 77 എൻ്റെ ജയിൽവാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 79 എൻ്റെ അച്ഛൻ മരിക്കുന്നു. അപ്പോഴേക്ക് നക്സലൈറ്റ് മൂവ്മെൻറ്റൊക്കെ, നക്സൽബാരി മൂവ്മെൻറ്റ് ഒരുപാട് ഭിന്നമായി. അതിനിടയ്ക്ക് ഉണ്ടായത് K വേണുവിൻ്റെയും KN രാമചന്ദ്രൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പുതിയൊരു ഉന്മേഷത്തോടു കൂടിയിട്ടുള്ള ഒരു പുതിയ മൂവ്മെൻറ്റ് ഉണ്ടായി കേരളത്തിൽ, വളരെ ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റ്. അതോടൊപ്പം തന്നെ ജനകീയ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ട് വളരെ ഡൈനാമിക്കായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച ഒരു സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഇപ്പോൾ സച്ചിദാനന്ദനും V രാജീവനും അതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള പല കവികളും
പല സാഹിത്യകാരന്മാരും ഉണ്ടായിട്ടുള്ളത് ആ സാംസ്കാരിക വേദി, ജനകീയ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തിൽ കൂടെയാണ്. അങ്ങനെയാണ് കേരളത്തിലെ സാംസ്കാരിക രംഗം ഒന്ന് വളരെ ക്വാളിറ്റേറ്റീവായിട്ട് ഉയർന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ കല്യാണം കഴിയുന്നു, കുട്ടികളുണ്ടാവുന്നു. അതിനിടയ്ക്ക് അപ്പോൾ ഈ MN മൂവ്മെൻറ്റ് നിലനിർത്താൻ കുറേ ശ്രമിച്ചു ഞാനും എൻ്റെ ജീവിത പങ്കാളി TP യാക്കൂബ്, അദ്ദേഹവും ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ കുട്ടികളെ പ്രസവിക്കലും നോക്കലും ഒക്കെ ഉണ്ടല്ലോ. അതിനിടയ്ക്ക് 87 പിന്നെ ഞാൻ സജീവമാവുന്നത്. അത് സജീവമാവുന്നത് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിലൂടെയാണ്, സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിലൂടെയാണ് ഞാൻ വീണ്ടും സജീവമാവുന്നത്. ബോധന എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കുന്നു. ബോധന ഒരു 3 വർഷക്കാലം കോഴിക്കോട് പ്രവർത്തിക്കുന്നു. വളരെ വളരെ ശക്തമായ രീതിയിൽ ഉള്ള പ്രവർത്തനമായിരുന്നു. ബോധന എന്ന് പറഞ്ഞാൽ അതിന് ഒരു സംഘടനാ രൂപം ഉണ്ടായിരുന്നില്ല. അത് എല്ലാം ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ വേണ്ട എന്നാണ് ഫെമിനിസ്റ്റ് തിയറി സംഘടനയ്ക്ക്. അതായത് പ്രസിഡൻറ്റ്, സെക്രട്ടറി, അങ്ങനത്തെ ഒന്നും വേണ്ട, എല്ലാവരും ഒരുപോലെ എന്നുള്ള രീതിയിൽ ഉള്ള സംഘടന ആയിരിക്കണം എന്നായിരുന്നു അന്നത്തെ ചർച്ച. ഇന്നും ആ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പല സംഘടനകളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ബോധനയും അങ്ങനെ ആയിരുന്നു. അപ്പം കുഞ്ഞി ബീഷു എടുത്തു, അങ്ങനെ പല പല സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ, സ്ത്രീധനത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ, പിന്നെ മാവൂർ ഗോളെ റയോൺസിലെ ഗ്രോ സമരത്തിൽ സഖാവ് വാസേട്ടൻ്റെ കൂടെ ഞങ്ങൾ തൊഴിലാളി സ്ത്രീകളല്ല, തൊഴിലാളികളുടെ ഭാര്യമാരായിട്ടുള്ള സ്ത്രീകൾ, അവിടെ സ്ത്രീകളെ, കുട്ടികളെ ഒക്കെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു, സമരത്തിലേക്ക് ഇറക്കുന്നു. അങ്ങനെ ബോധന വളരെ ഡൈനാമിക്കായിട്ട് ആ 3 വർഷം പ്രവർത്തിച്ചു. അതിനിടയ്ക്ക് ഞങ്ങൾ 1990 കോഴിക്കോട് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിക്കുന്നു. സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ 4ാം ദേശീയ സമ്മേളനം. 2ാം ദേശീയ സമ്മേളനത്തിലാണ് ഞാൻ ഇതിനിടയ്ക്ക് പങ്കെടുത്തിരുന്നത്. അതിലൂടെയാണ് എനിക്ക് സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. കാരണം കേരളം വളരെയധികം പുരോഗമിച്ച ഒരു സംസ്ഥാനമാണ്. കേരളത്തിൽ പിന്നെ സാമൂഹ്യ മണ്ഡലത്തിൽ ഇപ്പം നമ്മൾ ആരോഗ്യം, വിദ്യാഭ്യാസം ഇതൊക്കെ വളരെ ഉയർന്ന ലെവലിലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്ന് പറയുമ്പോഴും നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളൊരു ചോദ്യം കേരളത്തിൽ അന്ന് ആരും ചോദിച്ചിരുന്നില്ല. ഞങ്ങൾ ഈ സമ്മേളനത്തിന് പോകുന്ന സമയത്ത് ഇതാരും ചോദിച്ചിരുന്നില്ല. കാരണം കേരളത്തിൽ അതൊരു പ്രശ്നമല്ല എന്നായിരുന്നു അന്നത്തെ ധാരണ. പക്ഷേ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ്, അപ്പോൾ അന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ സ്ത്രീകൾ ചുട്ടരിക്കപ്പെടുന്നു, ഡൗറിയുടെ പേരിൽ, സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, പീഡനങ്ങൾ, ഇതൊക്കെ അന്നൊരു സ്ഥിരം സംഭവമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. ഇവിടെ അതുണ്ടോയെന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ അതോ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ചരിത്രം പരിശോധിച്ചാലേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിയാണെന്നാണല്ലോ പറയുന്നത്. ഇപ്പം ഹർ സ്റ്റോറി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതാണോ അല്ലെങ്കിൽ പിന്നെ അന്ന് സ്ത്രീധന പീഡനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന്. പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോയി പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അന്നൊക്കെ തമിഴ് സിനിമയും മലയാള സിനിമയൊക്കെ കാണുമ്പോഴേ അതിൽ പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഇപ്പം ആര് വാക്ക് പറഞ്ഞാൽ അപ്പം ആൾക്കാർ ചിലപ്പോൾ മുഖത്തടിക്കും, അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കും, കളിയാക്കും. കൺകണ്ട ദൈവമാണ് ആര്? ഭർത്താവ് കൺകണ്ട ദൈവമാണെന്നാണ് അന്നൊക്കെ സിനിമകളിൽ സ്ഥിരമായിട്ട് പറഞ്ഞിരുന്ന വാക്ക്. കുടുംബിനി, വീട്ടമ്മ, ഇതുപോലെയുള്ള പേരുകൾ, തറവാട്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ സ്ത്രീകൾ സർവം സഹായമായിട്ടുള്ള ഒരു ഇതാണ്. എപ്പോഴും കണ്ണീര് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക്. അവരൊരിക്കലും ഒന്നിനും ആത്മവിശ്വാസവും ഇല്ല, ഒന്നിനും കൊള്ളൂല എന്നുള്ള രീതിയിൽ സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെയാണ്.
ചെറുപ്പത്തിലെ നീ പെണ്ണാണ്, നീ അടങ്ങി ഒതുങ്ങിയിരിക്കണം, നീ അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളർത്തി കൊണ്ടുവന്നാൽ പിന്നെ അവർക്ക് ആത്മവിശ്വാസം എങ്ങനെ ഉണ്ടാവുക? ഒരു പെണ്ണാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് ധൈര്യത്തോടു കൂടി നീ ഇപ്പോൾ ഉണ്ണിയാർച്ചനെ പറ്റി പറയും നമ്മൾ. ഉണ്ണിയാർച്ച നമ്മുടെ ഉണ്ണിയാർച്ചയാണ്. പക്ഷേ സാധാരണ ഒരു പെൺകുട്ടി ഒരു ഉണ്ണിയാർച്ചയുടെ ധൈര്യം കാണിച്ചാൽ അതവളെ തൻ്റെ ഇടമാണെന്നാ പറയുക. അല്ലെങ്കിൽ അവളൊരു കുറച്ചൊരു ഇളക്കക്കാരിയാണ് അല്ലേ? അപ്പോൾ അതൊക്കെ പിന്നീട് ഞാൻ പറയുന്നത്, ഞാൻ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയപ്പോൾ അതിൽ ആ സമയത്ത് ഞാൻ ഫെമിനിസ്റ്റ് അല്ല, ഞാൻ വിപ്ലവകാരിയാണ്, കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ ആ എഴുതിയ ബുക്കിൽ തന്നെ ഇപ്പോഴും വായിച്ചാൽ അറിയാം ഞാൻ അപ്പോഴും സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷെ അത് ഒരു പൊളിറ്റിക്സായിട്ട് പിന്നീടാണ് വരുന്നത്. എൻ്റെ ബോധ മണ്ഡലത്തിലേക്ക് അതൊരു പൊളിറ്റിക്സായിട്ട് വരുന്നത് ഈ രണ്ടാം ഘട്ടത്തിലാണ്, എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ, ഫെമിനിസ്റ്റ് ഘട്ടത്തിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതികൾ തന്നെയാണ് പ്രയോഗിക്കുന്നത്, അല്ലാതെ വേറെ ഒരു തരത്തിലും നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ സമരങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ നിയമം വിട്ടൊക്കെ കളിക്കും. അത് പക്ഷെ ജനാധിപത്യത്തിൻ്റെ രീതി തന്നെയാണത്. ജനാധിപത്യത്തിൽ അതൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ ഞാനിപ്പോൾ സായുധ വിപ്ലവത്തിനൊന്നും ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ മാവോയിസ്റ്റുകളായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾ ചെറുക്കാനായിട്ട് ഉള്ള 32 വർഷത്തെ അനുഭവങ്ങളുള്ള ഒരു സംഘടനയാണ് ഇന്ന് ബോധനയ്ക്ക് ശേഷം കോഴിക്കോടുണ്ടായിട്ടുള്ള അന്വേഷി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രണ്ടാം ഘട്ടം, ആദ്യഘട്ടം ഞാൻ മറ്റു പല സ്വാധീനത്തിലും പെട്ട്, പക്ഷെ ആ സ്വാധീനം കൊണ്ട് എനിക്കുണ്ടായതെന്താണ്, ഞാൻ ഒന്ന് എന്താ പറയുക, ഈ ഇരുമ്പിലേക്ക് അല്ല തീയിലേക്ക് ഇടുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു ഇതില്ലേ, അതിലൊരു രൂപം ഉണ്ടായി വരില്ലേ, അതുമാതിരി ഞാൻ വാർത്തെടുക്കപ്പെട്ടു എന്ന് പറയാം. ഒരു എന്താ പറയേണ്ടത്, സാമൂഹ്യ പ്രവർത്തകയായിട്ടല്ല വാർത്തെടുക്കപ്പെട്ടത്, ഒരു ഫെമിനിസ്റ്റായിട്ടോ ഒരു പോരാളിയായിട്ട് വാർത്തെടുക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് പൊതുവേ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിലാണെങ്കിലും റിസ്ക് എടുക്കാൻ എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പലരും അയ്യോ അത് നടക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞാനത് നടത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടിയാൽ നടത്തുക, പക്ഷെ ഇത് നടത്തണം എന്നുള്ള വാശി പിടിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ അനുഭവത്തിൽ. എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊരു ദൂരക്കാഴ്ച അല്ലെങ്കിൽ ഒരു ആത്മധൈര്യം, ഭരണകൂട ശക്തികളെ നേരിടാനുള്ള ഒരാത്മധൈര്യം. നിങ്ങൾക്കൊക്കെ അറിയാം ഐസ്ക്രീം പാർലർ കേസിൻ്റെ കാര്യം, അതിലെന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇവിടെ കേരളത്തിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരുവിധം അറിയുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 15 വർഷത്തോളം ഞങ്ങൾ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തിട്ട് ഇന്നും പ്രതിയാക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയൊരു അവസ്ഥയിലാണ്. എന്നാലും അതിൻ്റെ ഇടയിലും ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. കാരണം പ്രധാനമായിട്ടും ജനങ്ങൾക്കറിയാം ഞങ്ങൾ പറയുന്നത് സത്യമാണെന്നുള്ളത്. ഇത് കളവാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര നിൽക്കാൻ പറ്റില്ല. ഇന്നത്തെ ടോക്ക് ഒന്ന് സമപ്പ് ചെയ്യാണ്. ഒന്ന് എൻ്റെ ജീവിതത്തിൻ്റെ 2 ഘട്ടങ്ങൾ, ഒന്ന് വിപ്ലവ ഘട്ടം, രണ്ടാമത്തത് ഫെമിനിസ്റ്റ് ഘട്ടം. ഇങ്ങനെ തന്നെ വേർതിരിക്കേണ്ടി വരും. ഈ 2 ഘട്ടങ്ങളും വിശദീകരിക്കുന്ന 2 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഓർമ്മക്കുറിപ്പുകളും ഒന്ന് ഓർമ്മയിലെ തീനാളങ്ങളും. DC ബുക്സാണ് പബ്ലിഷ് ചെയ്തത്. നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അതുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നില്ല, എപ്പോഴും ജീവിതം നടക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഈ വിപ്ലവ ഘട്ടം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിതിനെ പരാജയമായിട്ട് കാണുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ പല അമൂല്യമായ പാഠങ്ങളും തന്ന ഒരു എക്സ്പീരിയൻസാണ്, ഒരു അനുഭവമാണ് വിപ്ലവഘട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ തീച്ചൂളയിലൂടെ ഞാൻ വന്നതുകൊണ്ടാണ് എനിക്ക് ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ നയിക്കാൻ കഴിഞ്ഞത്.
നയിക്കാൻ കഴിയുന്നത് ഉണ്ട് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 2 കാലഘട്ടവും എനിക്ക് വളരെ പ്രഷ്യസാണ്. ഇന്നും ഞാൻ മരിക്കുന്നവരെ ഈ തരത്തിൽ തന്നെ പ്രവർത്തിക്കണം. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയമില്ലാത്ത ആളല്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ത്രൂ വിമൻസ് ഐസ് എന്നാണ് പറയുന്നത്. അതായത് ലോകത്തെ സ്ത്രീകളുടെ കണ്ണിലൂടെ കാണുക എന്ന് പറഞ്ഞാൽ സ്ത്രീ പക്ഷത്ത് നിന്ന് കാണുക. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഫെമിനിസ്റ്റുകളുടെ, സ്ത്രീകളുടെ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ പറയുമ്പോൾ നമ്മളെ ഈ മറ്റേ ട്രാൻസ്ജെൻഡേഴ്സും LGBT കമ്മ്യൂണിറ്റി ഇവരൊക്കെ, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട്. പക്ഷെ ആദ്യം തുടങ്ങിയത്, ഈ അടിസ്ഥാന പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഫെമിനിസ്റ്റ് മൂവ്മെൻ്റാണ്. ഇന്നിപ്പം ഭരണത്തിൽ തന്നെ ഇപ്പം പല ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ പല അവകാശങ്ങളും നമുക്ക് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം വർഷങ്ങളായിട്ട് ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഗാർഹിക അതിക്രമം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ സമൂഹം പൂർണ്ണമായി ആയി ഞാൻ പറയില്ല. കാരണം ഇപ്പോൾ എത്ര ഗാർഹിക പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ കൊണ്ട് സ്ത്രീകൾ മരിക്കുന്ന എത്ര കാലത്തുണ്ടായി. പിന്നെ എന്തെല്ലാം തരത്തിലുള്ള, ഇപ്പം ഈ ഇന്നലെയാണ് ഞാൻ ഒരു വാർത്ത വായിച്ചത്. ഒരു പയ്യൻ ഒരു പെൺകുട്ടീനെ കൊന്നത് 22 കിലോ തൂക്കമുള്ള കല്ലു തലക്കടിച്ചിട്ടാണ്. ഒരു 18 വയസ്സായ മോളെ. അത് അവളെ സുഹൃത്ത് തന്നെയാണ്. പക്ഷെ അവൻ ചെയ്ത ക്രൂരതയോ, ഇത്രമാത്രം പൊസസീവ്നെസ് എന്തിനാണ്? പിന്നെ യുവതലമുറ, വേറൊരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ള, യുവതലമുറ നമ്മളെ പഴയ മൂല്യങ്ങളൊന്നും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഡൗറിക്കെതിരായിട്ടുള്ള പോരാട്ടം ഇൻഡയറക്റ്റായിട്ടും നടക്കുന്നുണ്ട്. ഞാൻ എന്താണ്, 0 ടോളറൻസ് ടു ഡൗറി എന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. ഡൗറിക്കെതിരായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലായിടത്തും പറയുകയും പോരാടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. പെൺകുട്ടികളെങ്കിലും ഇപ്പോൾ ഡൗറിക്കെതിരായിട്ട് ഇൻഡയറക്റ്റായിട്ട് നിലപാടെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോൾ കല്യാണം വേണ്ട, ഞാനൊരു ജോലിയായിട്ടൊക്കെ മതി. കല്യാണം എന്ന് പറഞ്ഞാൽ അടിമത്തത്തിലേക്ക് പോകുന്നൊരു ഏർപ്പാടാണെന്നുള്ളത് പെൺകുട്ടികൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ രീതിയിൽ നമ്മൾക്കൊരു കല്യാണം കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അതൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. ഞാൻ പറയും, സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യകളോ കൊലപാതകങ്ങളോ നടക്കുന്ന ഒരു രാജ്യത്ത് ഡൈവോഴ്സ് റേറ്റ്സ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എല്ലാവർക്കും, ഇല്ലേ? ഞാൻ പറയാം അത് പോസിറ്റീവാണെന്ന്. കാരണം എന്തിനാ കൊല ചെയ്യപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം ജീവിച്ചെങ്കിലിരിക്കുമല്ലോ കുട്ടികൾ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ വീട്ടുകാരുടെ ഒരു ഇതിപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവമാണ്. സ്വന്തം വീട്ടുകാർ ഈ പെൺകുട്ടിയെ അവൾ എത്ര അടി കൊണ്ടിട്ടും തിരിച്ചു വന്നാൽ തിരിച്ചങ്ങോട്ട് തന്നെ പറഞ്ഞയക്കുന്ന ഒരു സംഭവം. അതും മാറി വരുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ വേണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള എത്രയോ രക്ഷിതാക്കൾ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കല്യാണം കഴിക്കുക, വിവാഹ സമ്പ്രദായത്തെ ഞാൻ ടോട്ടലായിട്ട് എതിർക്കുകയാണ്. ഇന്നത്തെ ഞാൻ പറയുന്നത് അറേഞ്ച് മാരേജ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഒരു ചെറുക്കനും പെണ്ണിനും കല്യാണം വേണം. അതിന് ആരാ തീരുമാനിക്കുന്നത്? അവരുടെ കുടുംബങ്ങൾ, അച്ഛനും അമ്മയും കുടുംബക്കാരും തീരുമാനിക്കും ആരെ കല്യാണം കഴിക്കണമെന്ന്. അത് സമ്പത്ത് നോക്കിയിട്ടും ഓരോരുത്തരുടെ എന്താ പറയുക, മറ്റു തരത്തിലുള്ള എത്ര പഠിച്ചിട്ടുണ്ട്, എന്ത് ജോലിയാണുള്ളത്, ഇതൊക്കെ നോക്കിയിട്ട്. പക്ഷേ ഇതൊക്കെ നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ അവർ നോക്കിക്കോട്ടെ, ഈ കുട്ടികൾ നോക്കിക്കോട്ടെ. എന്തിനാ നമ്മൾ ഈ അച്ഛനമ്മമാരിത് നോക്കി പിന്നെ എത്ര സ്ത്രീധനം കൊടുക്കും എന്ന് നോക്കിയിട്ട് ചെറുക്കൻ്റെ വീട്ടുകാർ ഈ സ്ത്രീധനം എന്നുള്ള സംഭവത്തെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ കല്യാണങ്ങളിൽ നിന്ന്? സ്വർണം കൊടുക്കണ്ടെന്നല്ല, സ്വർണവും കൊടുക്കണം. പക്ഷേ ഈ സ്വർണത്തിൻ്റെ മുകളിലുള്ള അവകാശം പെൺകുട്ടിക്ക് നൽകിക്കൊണ്ട് മാത്രമേ സ്വർണം കൊടുക്കാവൂ. അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എൻ്റെ മോക്ക് കല്യാണത്തിന് ഞാൻ കൊടുക്കുന്ന സ്വർണം അത് അവൾക്കേ ഉപയോഗിക്കാൻ അവകാശമുള്ളൂ എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിക്കാനുള്ളൊരു ചങ്കൂറ്റം നമുക്ക് വേണ്ടേ? ഇതാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെ കുറേ ചോദ്യങ്ങളും എനിക്ക് ഇപ്പോഴുള്ള സിസ്റ്റത്തിനോട് ചോദിക്കാനുണ്ട്. അപ്പം
ഞാൻ പറയുന്നത് ഞാനിങ്ങനെ സമർപ്പണമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും പറഞ്ഞു പോവാണ്. ഈ അന്വേഷി പോലുള്ള സംഘടന പ്രവർത്തിക്കുന്ന കാലത്ത് ഞങ്ങളെ ഭ്രാന്തൻ നായ്ക്കളെ പോലെയായിരുന്നു സമൂഹം കണ്ടത്. അടിച്ചു കൊല്ലേണ്ട ആൾക്കാരെന്ന്, കുടുംബം തകർക്കാനുള്ള ആൾക്കാരെന്ന്. പക്ഷേ ഇന്നിപ്പം ഞങ്ങൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടവരാണ്, സ്വീകരിക്കപ്പെടുന്നവരാണ്. ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രധാന പ്രശ്നം ഞങ്ങൾക്ക് കാശില്ല എന്നുള്ളതാണ്. ഒരു റിസർവ് ഫണ്ട് വെച്ചിട്ട് തുടങ്ങിയതൊന്നുമല്ല അന്വേഷി വളരെയധികം കഷ്ടപ്പെട്ടു. ആദ്യം മുതൽ അവസാനം വരെ അന്വേഷിയുടെ പ്രശ്നം കാശില്ലായ്മയായിരുന്നു. ഒരു കമ്മിറ്റഡ് ടീം അന്വേഷിക്ക് ഇപ്പോഴും ഉണ്ട്. വളരെ നന്ദി മാം. 1950 ജനിച്ച് കുന്നിക്കൽ നാരായണൻ്റെയും മന്ദാകിനിയുടെയും മകളായി ജനിച്ച് തൻ്റെ 75-ാം വയസ്സിലും പോരാട്ടങ്ങളുടെ തീക്ഷ്ണമായ സമരമുഖമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട കെ അജിത മാം, ഏറെ സന്തോഷത്തോടെ ഇന്ന് ഹ്യൂമൻ ലൈബ്രറിയിൽ ഒന്നിക്കാം മുന്നേറാം കൾച്ചറൽ കോൺഗ്രസ് 2025 നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. ഇനി സദസ്സിലുള്ളവരുടെ ഊഴമാണ്. മാമിനോട് സംശയങ്ങൾ ചോദിക്കാം, അതിനുള്ള സമയമാണ്. മുന്നോട്ട് വരാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ മഞ്ചേരിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓപ്പറേഷൻ്റെ ഒക്കെ വളരെ അടുത്ത് എൻ്റെ ടൗൺ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അത് കാരണം അതിൽ വളരെതായിട്ട് സ്വാധീനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഒരു നക്സലൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്കാലത്തൊക്കെയാണ് മാർഷ്യൻ ബുക്സൊക്കെ വായിക്കുന്നത്, സ്റ്റേറ്റ് ആൻഡ് റെവല്യൂഷൻ. അതിൻ്റെ കൂടെ തന്നെ വായിച്ചതാണ് ലെഫ്റ്റ് വിങ് കമ്മ്യൂണിസം ആൻഡ് ഇൻഫൻറ്റൈൽ ഡിസോർഡർ. ഈ പ്രഭാത് ബുക്ക് ഹൗസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ കമ്മ്യൂണിസം ഒരു ബാലാരിഷ്ടത എന്ന് പറഞ്ഞിട്ട് പറയും. അതുകൊണ്ട് എനിക്ക് പൊതുവേ ഒരു താത്വികമായിട്ട് ഇതിനോട് യോജിക്കാൻ കഴിഞ്ഞു. പക്ഷേ അജിതയുടെ ഞങ്ങൾ രണ്ടുപേരും ഒരേ വർഷത്തിൽ ജനിച്ചതാണ്. ഞാൻ 1950 ഈ അജിതയുടെ അവരുടെ ആത്മാർത്ഥത, അവരോട് നമുക്ക് സ്നേഹപൂർവ്വം വിയോജിക്കാം. പല കാര്യങ്ങളും നമുക്ക് വിയോജിക്കുന്നതുകൊണ്ട് അവരുടെ ബഹുമാനമില്ല. നമ്മുടെ നോട്ടിൽ കാണുന്നത് എത്ര കാലം ഉണ്ടാവും എന്നൊക്കെ അറിയില്ല. നോട്ടിൽ കഴിയുന്ന മഹാത്മാഗാന്ധിയോട് എനിക്ക് നിരവധി കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി നമുക്ക് ഒരിക്കലും അത് ഇതായില്ല. അതുപോലെ ഞാൻ ഒരിക്കലും നക്സലൈറ്റ് മൂവ്മെൻറ്റിനെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ടായിരുന്നു. ഈ ഫെമിനിസ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ഉടനെ പെണ്ണ് അതിന് ശത്രുവാണ്, അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കണ്ട. അല്ല, കണവനെ കൺകണ്ട ദൈവം എന്ന് പറയുമ്പോൾ തന്നെ മനവി കൺകണ്ട ദേവതയാണ് എന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. രണ്ടുപേരും അന്യോന്യം ദേവതയായിട്ട് ഗണിച്ചാൽ മതി. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഭാര്യ എനിക്ക് ദേവതയാണ്, അവൾക്ക് ഞാൻ ദേവനുമാണ്. ആ നിലയ്ക്ക് ഇതൊന്നുമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും സംയുക്തമായി നടക്കുന്ന വിപ്ലവ പ്രവർത്തനമാണ് നമ്മൾ എൻവിസേജ് ചെയ്യുന്നത്, നമ്മൾ മുന്നിൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഭാവനയിൽ കാണുന്നത്. അതുകൊണ്ട് രണ്ടും രണ്ടല്ല, ഒന്നാണ്. അദ്ദേഹത്തെ ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു നിലപാടായിരിക്കും, അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഇതിലാണ് വേണ്ടത്. അതിനെപ്പറ്റി അവരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെ ആണും പെണ്ണും ഒരേ അന്യോന്യം റെസ്പെക്റ്റ് ചെയ്ത് അന്യോന്യം പ്രശ്നങ്ങൾ പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു കുടുംബം വളരെ ജനാധിപത്യപരമായ കുടുംബമാണ്. അങ്ങനെ ഒരു കുടുംബത്തെയാണ് ഞങ്ങളും വിഭാവനം ചെയ്യുന്നത്. അല്ലാതെ പെണ്ണിനെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമല്ല. അതാണ് ഇപ്പം അന്യോന്യം മനവിയാണ് എന്ന് പറയുമ്പോൾ കൊള്ളാം, അത് നല്ല കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവവും പിന്നെ എന്താ പറയുക, രണ്ടുപേരും ദൈവികമായിട്ടുള്ള ആത്മാവുള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ അതല്ല അന്നൊക്കെ നടന്നിരുന്നത്. ഭർത്താവിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കണം എന്നാണ് പറയൽ അന്നൊക്കെ. ആ കാലഘട്ടത്തിൽ ആ സിനിമകളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കും. നിങ്ങൾക്ക് 50ാമത്തെ വയസ്സ് ജനിച്ച ആളല്ലേ. അന്നത്തെ സിനിമകൾ മൊത്തം പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കാൻ നടക്കുകയായിരുന്നു. ഞങ്ങൾ സ്ത്രീകളുടെ പുരുഷാധിപത്യ സമൂഹമാണ് എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഞങ്ങൾക്കുണ്ട്. പുരുഷാധിപത്യ വ്യവസ്ഥിതി ഉള്ളിടത്തോളം കാലം സ്ത്രീക്ക് ഒരു തുല്യ പദവി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ഫോർ വിമൻ ടു റൈസ്. ഇപ്പോൾ നമ്മൾ ഈ 32 വർഷമായി അന്വേഷി എന്ന് പറയുന്ന സംഘടന സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാൻ അവിടെ ഇപ്പം 18ാമത്തെ വർഷമാണ് സെക്രട്ടറിയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം, അതായത് എപ്പോഴും സ്ത്രീകൾ
അല്ലെങ്കിൽ നമ്മുടെ അന്വേഷി എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ നമ്മളിത് പറയുമ്പോൾ പുരുഷന്മാരെ ശത്രുക്കളായി കണ്ടുകൊണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ട്. പക്ഷെ അത് പാടെ തെറ്റ് തന്നെയാണ്. കാരണം ഞങ്ങളുടെ കൂടെ അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് ഭർത്താവും ഭാര്യയും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ബേസിക് സാധനം എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. ആ കൗൺസിലിംഗ് എന്ന് പറയുന്നത് രണ്ടുപേരെയും കൂടി മാക്സിമം നല്ല രീതിയിൽ തന്നെ ഒന്നിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ രണ്ടുപേരെ അംഗീകരിച്ചുകൊണ്ടുള്ള ജീവിതം, അല്ലാണ്ട് ഒരു പേരെ താഴ്ത്തിയോ മറ്റവരെ ഉയർത്തിയോ അല്ല, രണ്ടുപേരെയും കൂടി ഒന്നിപ്പിച്ച് ഒരേ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ഇതെപ്പോഴും ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാം കണ്ടമാനം നിയമങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും എപ്പോഴും പറയും ഇത് ഒക്കെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള നിയമമാണ്, ആണുങ്ങളെ ഇതാക്കാനില്ല. അപ്പോൾ നമ്മളവിടെ വന്നൊരു സാധനം എന്താ, ഒരച്ഛൻ വന്നു, അതായത് അവർ ഭാര്യയും ഭർത്താവും കൂടിയുള്ള പ്രശ്നമായിരുന്നു അന്ന് വന്നിരുന്നത്. അപ്പോൾ ഈ നിയമത്തെയൊക്കെ ഭയങ്കര പ്രശ്നം, അങ്ങനെ ഇത് എന്തിനു വേണ്ടി ഇങ്ങനെ ഞങ്ങളെ നശിപ്പിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു. അതേ ആള് ഒരു 7 വർഷം കഴിഞ്ഞപ്പം വരുന്നു. കാരണം അവരുടെ മകളെ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി അത്രയും ഓമനിച്ച് സുന്ദരമായി വളർത്തിയ മകളെ ആ വീട്ടിൽ കൊണ്ടുപോയി വളരെ പ്രശ്നമായി ആത്മഹത്യയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന സമയത്താണ് ഇയാൾ ഞങ്ങളെടുത്തത്. ഇപ്പം എനിക്ക് മനസ്സിലായി ഈ നിയമം എന്താണ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് അന്ന് അയാൾ പറഞ്ഞു. അപ്പം നമ്മളൊരു തെറ്റിദ്ധാരണയാണ് ഇത് അജീജി പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു രീതിയാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അന്വേഷിക്കുന്ന സംഘടനയ്ക്ക് ഒരിക്കലും ഒരു പുരുഷ വിദ്വേഷമോ, ഞങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളുണ്ട്, എത്രയോ സുഹൃത്തുക്കൾ അന്വേഷിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിയോടൊപ്പം നിൽക്കുന്ന സ്ത്രീപക്ഷ കാഴ്ചപ്പാടുള്ള എത്രയോ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്, അത്രയേ ഉള്ളൂ. അത് നമ്മളെപ്പോഴും മുൻഗണന കൊടുക്കുന്നത് സ്ത്രീപക്ഷത്തിനായിരിക്കും ഏത് അനീതിക്കും നമ്മൾ കൂട്ടു നിൽക്കുന്നില്ല. അത് ഏത് തരത്തിലാണോ നമ്മൾ ഈ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ പ്രവർത്തനങ്ങൾ ഞാൻ ഒന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അജീച്ചിക്കും സമയത്തിന് പ്രശ്നമുണ്ടോ ഒരു മാത്രം ഞാൻ പറയാം. അതായത് അന്വേഷിയുടെ കൗൺസിലിംഗ് ആണ് ഏറ്റവും പ്രധാനം, ഞാൻ പറഞ്ഞു. അതല്ലാതെ നമുക്ക് ലീഗൽ എയ്ഡ്, അതായത് അവർക്ക് വേണ്ട നിയമസഹായം കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും നിയമസഹായം വേണമെങ്കിൽ ഒരു ഫ്രീ ആയിട്ടാണ് ആ നിയമസഹായം കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ വേറെ എന്തെങ്കിലും നേടിയെടുക്കാനാണെങ്കിൽ അതിനുള്ള ലീഗൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ പ്രധാനപ്പെട്ട ഷോർട്ട് സ്റ്റേ ഹോം കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു ദിവസം രാത്രി ചവിട്ടി പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീ പെട്ടെന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിൽ നിന്ന് പോലും അവർ പറയും നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്നിട്ടല്ലേ നീ ഇവിടേക്ക് വരണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മഹത്യയിലേക്ക് പോകുള്ളൂ. അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ഷോർട്ട് സ്റ്റേ ഹോം അവർക്ക് ഒരു താങ്ങായി നിൽക്കുന്നത്. ആ സൗകര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള അവബോധം നടത്താനുള്ള കുറേ ക്ലാസ്സുകളും സെമിനാറുകൾ, ശില്പശാലകൾ. അജീജ് പറഞ്ഞ പോലെ തുടക്കത്തിൽ നമ്മൾ ഇതേ തരത്തിൽ കണ്ട ആളുകൾ തന്നെ ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ സ്വീകരിക്കുകയും ഇങ്ങനെയൊരു സംഘടന അത്യാവശ്യമാണ് എന്ന ഘട്ടത്തിൽ എത്തുകയും ചെയ്തു. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വിശിഷ്ടാതിഥി കെ അജിതയെ ആദരിക്കുന്നതിന്, കൾച്ചറൽ കോൺഗ്രസിൻ്റെ ഉപഹാരം സമർപ്പിക്കുന്നതിന് പ്രശസ്ത എഴുത്തുകാരനും റിട്ടയർഡ് IAS ഓഫീസറുമായ ഡോക്ടർ KV മോഹൻകുമാർ IAS അവർകളെ സ്വാഗതം ചെയ്യും. ഈ വേദിയിൽ ഇപ്പോൾ നടന്ന ലൈവ് കാരിക്കേച്ചർ കെ അജിതയുടെ ചിത്രം വരച്ചത് ബേബി മണ്ണത്തൂർ, അദ്ദേഹം അത് കൈമാറുന്നു.